കണ്ണൂർ ഉദയഗിരിയിൽ ഭിന്നശേഷിക്കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. താമരക്കാട് സ്വദേശി കുമ്പുക്കൽ ദേവസിയാണ് കൊല്ലപ്പെട്ടത്. സഹോദരി പുത്രൻ ഷൈൻമോനെ ആലക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സജോ സിയ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഈ പ്രഭാതത്തിൽ എത്ര നല്ല വാർത്തയല്ല പങ്കുവയ്ക്കാനുള്ളത്. എന്താണ് കൊലപാതകത്തിന് കാരണം? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ കുടുംബ വഴക്കിനെ തുടർന്നാണ് ക്രൂരമായി കൊലപാതകം അരങ്ങേറിയത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ആലക്കോട് ഉദയഗിരി തൊമരക്കാട് ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ അക്രമം നടന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത ഭിന്നശേഷിക്കാരനായ കുമ്പുക്കൽ ദേവസ്യ, അദ്ദേഹം 76 വയസ്സാണ്, ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. സഹോദരി പുത്രൻ തന്നെയായ ഷൈൻമോൻ എന്നയാൾ കോടാലി കൊണ്ട് വെട്ടുകയും കല്ലെടുത്ത് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് എന്നതാണ് പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അപ്പോഴേക്കും ഈ ആക്രമണത്തിൽ ദേവസ്യ കൊല്ലപ്പെട്ടിരുന്നു. തലയ്ക്കും ശരീരമാസകലവും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ പോലീസ് എത്തി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ സഹോദരി പുത്രനായ ഷൈൻമോനെ ഇന്നലെ രാത്രി തന്നെ ആലക്കോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പോലീസിനോട് പറഞ്ഞത് കുടുംബ വഴക്കിനെ തുടർന്നുള്ള പകയാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നതാണ്. ഇയാൾ മദ്യലഹരിയിലുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്യന്തം ദാരുണമായ ക്രൂരമായ അതിക്രമമാണ്. തലയ്ക്ക് കോടാലി ഉപയോഗിച്ച് വെട്ടുകയും കല്ലുപയോഗിച്ച് പലതവണ അടിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് ഏതായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നും ആലക്കോട് പോലീസ് അറിയിക്കുന്നുണ്ട്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.